പരിപാടി ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു 20 കിലോ നാരങ്ങ അച്ചാറാണ്. 20 കിലോ നാരങ്ങ അച്ചാർ. അപ്പോൾ നമുക്ക് ആദ്യം നാരങ്ങ ഒന്ന് നല്ലോണം ഒരു 2-3 പ്രാവശ്യം കഴുകിയെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിത് നല്ലോണം 2-3 പ്രാവശ്യം കഴുകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൊട്ടയ്ക്ക് മാറ്റാം. നമുക്ക് അടുപ്പൊന്ന് കത്തിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ അടുപ്പെല്ലാം കത്തിപ്പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ചെമ്പ് വെച്ച് കൊടുക്കാം. നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. രണ്ടാമത്തെ കുടം വെള്ളം. അപ്പൊ നമ്മൾ 2 കുടം വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതൊന്ന് മൂടി വയ്ക്കാം. ഇനി ഇതൊന്ന് തിള വരട്ടെ. അപ്പൊ തിള വന്നിട്ടാണ് അടുത്ത ബാക്കി പണി. അപ്പൊ തിള വരട്ടെ കേട്ടോ. അപ്പൊ നമ്മുടെ വെള്ളം ഒരു തിളച്ചിട്ടില്ല എന്നാൽ തിള വരാനായിക്കണു. വല്ലാണ്ട് തിളച്ചെന്താ പറയുക, നാരങ്ങ വേഗം വാടിപ്പോളൂ. അപ്പൊ നമുക്കിതൊന്ന് ഒതുങ്ങിയെടുക്കാം. ഇത് ആ വെള്ളത്തേക്ക് ഇടാം. ഇനി നമുക്ക് ഈ നാരങ്ങേനെ ഒന്ന് പുഴുങ്ങിയെടുക്കാം. നല്ല ഓവറായിട്ട് പുഴുങ്ങാൻ പാടില്ല കേട്ടോ. ഒരു മേല് ലെവലിൽ ഇതൊരു 10-15 മിനിറ്റ് ഇത് ഈ വെള്ളത്തിൽ നിന്ന് കിടക്കട്ടെ. നല്ല തിളച്ചിട്ടില്ല. വെള്ളം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വെള്ളം നല്ല തിളയ്ക്കാൻ പാടില്ല. തിളച്ചെന്ന് വെച്ചാൽ പടയെ തന്നെ ഇതാവും. അപ്പോൾ നമ്മൾ കോരുമ്പോഴേക്കും സാധനം ഉടഞ്ഞു പോകും. ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ അടിയിൽ കിടക്കുന്ന നാരങ്ങ വേഗമാവും, മുകളിലത്തെ ആവാൻ സമയം എടുക്കും. വെള്ളത്തിലിട്ടാൽ പിന്നെ ഇതിങ്ങനെ ഉള്ളിലേക്ക് ഇളക്കി കൊടുക്കും. നല്ലോണം ആയിട്ടുണ്ട്. അപ്പോൾ നാരങ്ങ നമ്മുടെ ഈ പരിപാടി. ഇനി നമുക്കിത് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കാം. മാക്സിമം നല്ല വെള്ളം ഊറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കോരിയ നാരങ്ങ ഇതിൽ വെള്ളം തീരെ പാടില്ല. എന്ന് വെച്ചാൽ വെള്ളം ഉണ്ടെങ്കിൽ ഇതിൽ പായൽ പിടിച്ച പോലെ അച്ചാർ അധിക ദിവസം ഇരിക്കില്ല. അപ്പോൾ നമുക്കിതൊരു തുണി കൊണ്ട് നല്ലൊരു തോർത്തുകൊണ്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഉപ്പിയെടുക്കുക. നമ്മുടെ നാരങ്ങയൊക്കെ നല്ലോണം വെള്ളം തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വെട്ടാം. അപ്പം നമ്മളിത് 4 ആക്കിയിട്ടാണ് കേട്ടോ മുറിക്കണത്. നിങ്ങൾക്കിത് വേണമെങ്കിൽ 8 പീസാക്കാം. നമ്മളിത് 4 ആക്കിയിട്ടാണ് മുറിക്കണത്. ഇത് ചൂടോടെ തന്നെ ആണ് മുറിച്ചെടുക്കണത്. കുറച്ച് ചൂടൊക്കെ ഉണ്ടാവും. അത് സഹിച്ചിട്ട് മുറിക്കുക. അല്ലാണ്ട് ചൂടാറിയത് പെട്ടെന്ന് മുറിക്കാൻ പറ്റില്ല. പിന്നെ പതുക്കെ മുറിച്ച് കൊടുക്കുക. മുറിക്കുമ്പോൾ എപ്പോഴും നല്ല മൂർച്ചുള്ള കത്തി ഉപയോഗിക്കുക. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളതിൽ നീരൊക്കെ ഇതിൽ അമർത്തിയിട്ട് ഒക്കെ പുറത്ത് വരും. നാരങ്ങ വെട്ടാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 1/4 മണിക്കൂറായി. എന്നുവെച്ചാൽ അത്ര സ്പീഡിൽ വെട്ടാനും പറ്റില്ല. കറക്റ്റ് അളവ് കറക്റ്റാകും വേണം. നല്ല അതിൻ്റെ വൃത്തിയിട്ടുള്ളൂ. നാരങ്ങാച്ചാറിൽ ഏറ്റവും റിസ്ക് ഉള്ള പണി എന്താ? ഇനി കുറച്ചും കൂടി ഉണ്ട്, അതും കൂടി വെട്ടിയെടുക്കുക. അപ്പം നമ്മുടെ അടുപ്പ് കത്തി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെമ്പ് വെച്ചെടുക്കാം. ചെമ്പെല്ലാം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ 20 കിലോ നാരങ്ങയ്ക്ക് 2 ലിറ്റർ നല്ലെണ്ണ എണ്ണ ഇട്ട് എടുക്കുന്നത്. ഈ എണ്ണ കുറച്ച് കൂടുതൽ പാറി നിൽക്കണത് ലാസ്റ്റ് ആകുമ്പോൾ. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ വേഗം നാശം വെച്ചാറ്. നമ്മൾ വേറെ ഇതിൽ ഒന്നും ഇടുന്നില്ലല്ലോ, നാശാവാതിരിക്കാൻ വേറെ ഒന്നും ചെയ്യില്ലല്ലോ.
ഉണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം ഉലുവ ഇട്ട് കൊടുക്കാം. ഈ കടുക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കടുകും ഉലുവയും നല്ല പൊട്ടിയിട്ട് നമുക്ക് മുളക് അപ്പോൾ നമ്മുടെ മുളക് നല്ല വേണ്ട. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ഒരല് ചതച്ചാണ് കേട്ടോ. 1 കിലോ ഇഞ്ചി 1 കിലോ വെളുത്തുള്ളി. അപ്പോൾ ഇതിൽ അച്ചാറ് പൊടി, മുളക് പൊടി, കാശ്മീരി മഞ്ഞപ്പൊടി, ഇത് 4 കൂടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിതിലേക്ക് എടുത്തത് 1/2 കിലോ മുളക് പൊടി, 1 കിലോ അച്ചാറ് പൊടി, 100 മഞ്ഞപ്പൊടി, 1/2 കിലോ കാശ്മീരി. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ മസാല എല്ലാം ഉണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വേഗം കൊടുക്കും. നമ്മുടെ നാരങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ? ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കായം പൊടി ചേർത്തത്. അപ്പൊ നമ്മുടെ അച്ചാർ റെഡി ഉണ്ട്. നമുക്ക് കുറച്ച് അച്ചാർ ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് നമ്മുടെ അച്ചാർ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ഉണ്ടാക്കിയ വഴിക്ക് നമ്മളിത് ടേസ്റ്റ് നോക്കുമ്പോൾ ഒരു ചെറിയ കയ്പുണ്ടാവും. പക്ഷേ ഒരു 2 ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ ഈ നാരങ്ങയുടെ പുളിപ്പൊക്കെ ഇതിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ആ കയ്പൊക്കെ പോകും, നല്ല അടിപൊളിയാകും. അപ്പോൾ ചൂടാനതിന് ശേഷം സുർക്കൊഴിച്ചിട്ട് നമ്മൾ അടപ്പുള്ള കുപ്പികളിലേക്ക് മാറ്റി വയ്ക്കുക. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക, ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മുടെ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നുകൂടി റൈസ് കൂട്ടി കഴിച്ചു നോക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണം കൂടി അമർത്തുക. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകളായിട്ട് അടുത്ത പ്രാവശ്യം കാണാം. ഓക്കെ.